സിഒഎയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം ചരിത്രംരചിച്ചപ്പോൾ അതിൽ ശ്രദ്ധേയമായത് സംഘാടന മികവ് തന്നെയാണ്. ഒരു മെയ്യും മനസ്സുമായി ഒറ്റക്കെട്ടായാണ് ഓരോ കേബിൾ ടിവി ഓപ്പറേറ്ററും സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചത്. സമ്മേളന നടത്തിപ്പിനായി സന്നദ്ധ പ്രവർത്തനം നടത്തിയ 50 അംഗ ടീമിന്റെ പ്രവർത്തനങ്ങളെ ഏവരും ഇപ്പോൾ പ്രശംസിക്കുകയാണ്. സിഒഎ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന്റെയും ഒരു ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 1 രാവിലെ മുതൽ സമ്മേളനത്തിന്റെ വിജയത്തിനായി സജീവമായിരുന്നു വളണ്ടിയർ വിങ്. പതാകജാഥയും കൊടിമരജാഥയും കോഴിക്കോടിന്റെ മണ്ണിലെത്തുമ്പോൾ അതിൽ അണിനിരന്നവർക്ക് ദാഹശമനിയും ലഘുഭക്ഷണവും നൽകിയത് ഇവരായിരുന്നു. സിഒഎയുടെ കരുത്ത് തെളിയിച്ച സാംസ്കാരിക ഘോഷയാത്ര ചിട്ടയായ രീതിയിൽ നടത്തിയതും ഇവരുടെ സഹകരണത്തോടെയാണ്. ഗതാഗതക്കുരുക്കില്ലാതെ കോഴിക്കോട് നഗരത്തിൽ സാംസ്കാരിക ഘോഷയാത്ര നിയന്ത്രിക്കാൻ സിഒഎയുടെ സംസ്ഥാന നേതാവ് മുതൽ സാധാരണ പ്രവർത്തകർ വരെ രംഗത്തിറങ്ങി. പൊതുസമ്മേളനത്തിൽ എത്തിയവർക്ക് ദാഹശമനിയും ലഘുഭക്ഷണവും നൽകിയത് കോഴിക്കോട് നിന്നുള്ള ഈ 50 അംഗ ടീം തന്നെയാണ്. പ്രതിനിധി സമ്മേളനം നടന്ന 2 ദിവസങ്ങളിലും കണ്ടംകുളം അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിൽ 3 നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയതും ഇവർ തന്നെ. അതേക്കുറിച്ച് വളണ്ടിയർ കമ്മിറ്റി കൺവീനർ ടി വാസുദേവൻ പറയുന്നു. നമ്മൾ പൊതുവേ സമ്മേളനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ തന്നെ നമ്മൾ കാറ്ററിംഗ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഭക്ഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കൽ. അവർക്ക് കാശ് കൊടുത്ത് അവരെ പരിപാടി കഴിയും. അതിന് വിപരീതമായിട്ട് നമ്മൾ ഈ കോഴിക്കോട് സമ്മേളനത്തിൻ്റെ പ്രത്യേകത കോഴിക്കോട് ജില്ലയിലെ ഓപ്പറേറ്റർമാരാണ്. അതായത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മേഖലാ പ്രസിഡന്റുമാരുണ്ട്, മേഖലാ സെക്രട്ടറിമാരുണ്ട്, സാധാരണ മെമ്പർമാരടങ്ങിയ ഒരു വലിയ ഓപ്പറേറ്റർമാർ, വലിയൊരു ടീം വർക്കാണ്. നമ്മുടെ സമീപ പ്രദേശം വയനാട്, കണ്ണൂർ, അതേപോലെ മലപ്പുറം ജില്ലകളിൽ നിന്നും കുറഞ്ഞ ഒരു 10 വീതമുള്ള ആളുകൾ നമ്മളെ വലിയൊരു ഇതായതുകൊണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരാണ് ഇതുമായിട്ട് കൂടുതൽ സഹകരിച്ചിട്ടും രംഗത്തുള്ളത്. ഗിഫ്റ്റ് ഒരുക്കുന്നതിലും ഇതേ വളണ്ടിയർമാർ തന്നെയായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത്. ഇവർക്ക് സഹായവുമായി അയൽ ജില്ലകളായ കണ്ണൂർ, വയനാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില ഓപ്പറേറ്റർമാരും എത്തിയിരുന്നു. ഇവന്റ് മാനേജ്മെന്റിനെ പോലും വെല്ലുന്ന രീതിയിൽ മനോഹരമായി സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കോഴിക്കോടിൻ്റെ ഈ വളണ്ടിയർ വിങ്ങിനെ സമാപന സമ്മേളന ചടങ്ങിൽ മുഴുവൻ പ്രതിനിധികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ആദരിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.